പിൻട്രസ്റ്റിൽ കണ്ട് ഒരു ബ്രഷ് ഹോൾഡർ ട്രൈ ചെയ്തൊക്കെയാണ് ഇന്ന് ഞാൻ പരിശ്രമിച്ചത്. ഹേ ഗൈസ്, ദിസ് ഈസ് മീ മേഘ. മിക്ക സമയത്തും ഞാൻ ധൃതി പിടിച്ചിട്ടായിരിക്കും ഈ ക്രാഫ്റ്റ്സ് ചെയ്യാറ്. അതായത് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയുള്ള സമയത്ത് എനിക്ക് 1 മണിക്ക് അവിടെ പഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 12 മണിക്കായിരിക്കും. 12 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ഒരു 11:15 ആകുമ്പോഴേ ഞാൻ റെഡിയാൻ തുടങ്ങും. ഇതെല്ലാം അറിയാമെങ്കിലും ഞാൻ 8 മണിക്കാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. 8 മണിക്ക് ഉറക്കം എണ്ണീറ്റാലും ഒരു 9 മണി വരെ കറങ്ങി അങ്ങനെ നിൽക്കാറുണ്ട്. ഒരു 10 മണി ആ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. ഇത് ഞാൻ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ച ഗ്ലൂ ആണ്. അടിപൊളി സാധനമാണ്. ഇൻഡിവിജ്വലായിട്ട് ഓരോ പാർട്സും അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് വന്നപ്പോഴാണ് അട്ടർ ഫ്ലോപ്പായി മാറിയത്. ഇവിടാണ് അതിൻ്റെ തുടക്കം. അതായത് ഞാൻ സ്റ്റെമ്മ് വെക്കാനായിട്ട് കുറച്ച് ഗ്ലൂ അവിടെ വെച്ചതിന് ശേഷം സ്റ്റെം അതിൻ്റെ പുറത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അത് ഓക്കെ ആയിട്ടിരുന്നു. ഫ്ലവറിന് ഞാൻ കളർ കൊടുത്തതിന് ശേഷം സമയം നോക്കിയപ്പോൾ 10:30 ആയിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇതിൻ്റെ ബേസിൽ ബ്രൗൺ കളർ ഷെയ്ഡ് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇതിനൊരാട്ടം. അപ്പം ഞാൻ ഓർത്തു, എന്തിനു പേടിക്കണം, ഗ്ലൂ ഉണ്ടല്ലോ. ഗ്ലൂ വാരി ഒഴിച്ച് അതിൻ്റെ പുറത്ത് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്ത് പിടിച്ചു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിനൊരു മാറ്റവും ഇല്ല. പിടിച്ച് നേരെ നിർത്തി അവൻ നേരെ നിൽക്കും. കൈ വിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ടിലോട്ട് അയഞ്ഞു വീഴും. സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റൂല എന്നുള്ള രീതി ഇരുന്നപ്പോഴാണ് ഞാൻ ആ വലിയ ഫ്ലവറും കൂടി എടുത്ത് അവൻ്റെ തലയിലോട്ട് വെച്ചെടുത്തു. അവൻ മൂടോടെ വന്നു. അവസാനം ഞാൻ പൂവെല്ലാം കൂടി ഉരുട്ടി കുഴച്ച് വീണ്ടും ഒരു ഉണ്ടയാക്കി. അങ്ങനെ സമയവും താമസിച്ച് ബസ്സും കിട്ടിയില്ല. അവസാനം ഓട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി കയറേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഓക്കെ, ബൈ.